ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ WCCയിൽ മീറ്റപ്പിന് പോയ വിശേഷമെല്ലായിട്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് 1 ആയിട്ട് വന്നിനത് ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ നല്ല റെഡി എല്ലായിട്ടുണ്ട് പോകാനായിട്ട്. ഞങ്ങളുടെ നാളെ പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം മുമ്പേ പോന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇന്നെ അപ്പം ഉമ്മയുടെ ഫുള്ള് ലോക്കലാക്കുന്നുണ്ടായി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തത്. ഈ ഒരു ബാഗിലും പിന്നെ ഉമ്മാൻ്റെ ഒരു ബാഗുണ്ട്. അത് രണ്ടെണ്ണം എടുക്കുന്നത് ഒരു ദിവസത്തിനല്ല. പിന്നെ അടുക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് ആ ബാഗിലുള്ളത്, ഞാനിട്ട ബാഗിൽ. ഇപ്പോൾ ഞാനിങ്ങനെയല്ല മുടി കെട്ടിനതെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളവിടെ ഇൻ്റർലോക്കെല്ലാം ഇട്ടിട്ട് നല്ല ചേലാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നുള്ളത് ഫുൾ അങ്ങോട്ടോളം ഇട്ടിന്. അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ചോറെല്ലാം വെച്ചിട്ടായിട്ട് പോയത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെയ്ക്കണ്ടല്ലോ, ഇവിടുന്ന് തന്നെ വെച്ചിട്ട് പോയത്. 2:30 ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ഒരു 1 മണിയാകുമ്പോൾ വെച്ചിട്ടെല്ലാം റെഡി ആയിട്ട് പോകുന്നുള്ളത്. ഞങ്ങളൊക്കെ മഞ്ചേശ്വരത്തുണ്ട് 2 ആൾ വരാൻ. അപ്പോൾ ഓറും ഒക്കെ വന്നിട്ട് ഓരൊക്കെ പോകുന്നത്. ഓർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വരുവല്ലേ മഞ്ചേശ്വരത്തു നിന്ന്. അപ്പോൾ ഞങ്ങൾ മുഗരാലിന് ബസ് കയറി. ഞങ്ങൾ കാസർഗോഡ് നിന്ന് ടിക്കറ്റ് എടുത്തിനത് കുമ്പളയിൽ എടുത്തിട്ട്. നമുക്ക് കുമ്പള എടുത്ത്, പക്ഷെ അവിടെ ഇല്ലാൻ കാലത്ത് ഞങ്ങൾ കാസർഗോഡ് തന്നെ എടുത്ത്. ഓർ ചൊല്ലി കാസർഗോഡ് തന്നെ പോവാന്ന്. അപ്പോൾ ഓർ കാസർഗോഡ് വരും ചൊല്ലി. അപ്പം നിങ്ങൾ വെക്കേഷന് എടുക്കല്ല പോയെന്നല്ല കമൻ്റാക്കേ. മഞ്ചേശ്വരത്ത് നിന്ന് വരുന്ന 2 ആളില്ലേ, ഓറ് സ്കൂട്ടിയിൽ വരുന്നത്. ഓർക്ക് കുറേ ദൂരം ഉണ്ടല്ലേ. ഞങ്ങൾ അടുത്തായതുകൊണ്ട് ബസ്സിൽ തന്നെ പോകുന്നത്. ഇപ്പോൾ നല്ല കാറ്റെല്ലാം ഉണ്ടായി. ഞാൻ ബസ്സിൽ നല്ല പാങ്ങനെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഒരു സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കാസർഗോഡ് ലുംസ് എന്നില്ലേ ഒരു പിസ്സ മേങ്ങിയിട്ടുണ്ടായി. ഒരു ചെറിയ 6 ഉറുപ്പിൻ്റെ മിനി പിസ്സ ഇല്ലേ, എന്ത് ടേസ്റ്റ് അറിയോ. അതിനോ തുണിത്താങ്കാട് തന്നെ തിന്നോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് ഞങ്ങൾ ഒരു വെള്ളത്തിൻ്റെ എല്ലാം കുപ്പി മേങ്ങിയിട്ട് നടക്കുന്നുണ്ട്. ഓറും ബന്നാവോ പിന്നെ ഓറും എന്തെല്ലാം കൊണ്ടുവന്നു. ഞാൻ ബേക്കാച്ച, മുളക് ബജി, സമൂസ അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നു. ഞങ്ങൾ പിസ്സ, ലേസ് അങ്ങനത്തെ എല്ലാം കൊണ്ടുപോയിനത്. പിന്നെ ആടുന്നു ലേസ് മേങ്ങി. പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് വീടെടുക്കാൻ എന്ത് കാര്യമല്ല, ഫുള്ള് തിരക്കുണ്ടാവും തന്നെ അറിഞ്ഞിനെ. അങ്ങനെ തിരക്കുണ്ടായിന്. ഞങ്ങൾ ആടെ കുറച്ച് കാത്തിനെ. ഞങ്ങൾ ആ മൂലക്ക് പോയിട്ട് നിന്നത്. ആടല്ലേ ട്രെയിനിൽ നിൽക്കത്ര, അല്ല ഭയങ്കര തിരക്കാവും പയ്യെ, കയറാനേ കാല. അതിനുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തിട്ട് 2:30 ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ഒരു 2:20 2 മണിയാകുമ്പോൾ തന്നെ വന്നിന്. പിന്നെ പയ്യാൻ കാലല്ലേ, അതുകൊണ്ട് ബിയ്യാൻ വന്നിന്. എന്നിട്ട് ഞങ്ങൾ അവിടെ സീറ്റ് എന്തുമില്ല, സീറ്റ് എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടാകുമ്പോൾ ബയ്യ സീറ്റ് കിട്ടിയത്. അങ്ങനെ നമുക്ക് സീറ്റെല്ലാം കിട്ടി. ഞങ്ങളുടെ കുറച്ച് നേരം വെയിറ്റാക്കി ട്രെയിനിന്. അപ്പോൾ ഞാൻ കുറച്ച് പട്ടി ഷോ എല്ലാം കാണിക്കുന്നുണ്ട് ചെരുപ്പിലല്ലോ. അപ്പം ഓരോന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി. അത് ഞങ്ങൾ ഓരോന്നായി തിന്നാൻ തുടങ്ങി. കുറേ ഉണ്ടല്ലോ. അപ്പോൾ ട്രെയിനിൽ ബാക്കിയുടെ തിന്നാലിട്ട് അത് വന്ദേ ഭാരത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ലേ, അത് വന്ദേ ഭാരത്. അത് ഞങ്ങൾ ഫസ്റ്റ് അതിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ അതിൽ കുറേ വിലയുണ്ട്, 1750 ഉണ്ട് ഒരാൾക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തിന് വെറുതെ അതിന് കൊടുക്കുന്ന, അവിടെ റൂമെല്ലാം എടുക്കുന്നല്ല. അപ്പോൾ അതിനുകൊണ്ട് ഞങ്ങൾ ലോക്കലിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച്. ഇത് വന്ദേ ഭാരത്. ഫസ്റ്റ് കാണുന്നാവോ വന്ദേ ഭാരത്, അതും ഓറഞ്ചിൽ. അല്ലാതെ നമുക്കിങ്ങനെ വീഡിയോയിലെല്ലാം ബ്ലൂ കാണുന്നത്, ഇതൊരു ഓറഞ്ച് കളറ്. നമുക്ക് ട്രെയിനിൽ സീറ്റെല്ലാം കിട്ടി വയ്യ. 1.5 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയത് സീറ്റെല്ലാം. അപ്പോൾ കണ്ണൂർക്കെല്ലാം എത്തിയിട്ടായിന് സീറ്റെല്ലാം കിട്ടുമ്പോൾ. ഇനിയും കോഴിക്കോടുക്കുണ്ടായി കുറേ. അങ്ങനെ ഇരുന്നിട്ട് അപ്പം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക്. ഇനി ഞങ്ങൾ കോഴിക്കോട് കീനിയതാ. ഇതാണ് നമ്മുടെ കോഴിക്കോട് എത്തി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കാനിട്ട് അവിടെ ഒരു ചായപ്പീടി ഉണ്ടായി. അവിടുന്ന് ചായ കുടിക്കുന്നുണ്ടായത്. അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാ, തിരക്കായിട്ട് ഫുള്ള് ആളുണ്ടായി അവിടെ. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടാ. ചെറിയ ക്ലിപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഇടുന്നതിലേക്ക്. അവിടുന്ന് 4 ചായ വാങ്ങിയത്. ബാക്കിയെല്ലാം കടിയെല്ലാം കൊണ്ടുവന്ന് ഞാനല്ല, അതെന്നെ കൂട്ടാൻ വിചാരിച്ച്. സമൂസ, മുളക് ബജി, തേങ്ങാച്ചെല്ലാം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കൈയെല്ലാം കഴിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മേങ്ങുന്നുണ്ടത്. ഞങ്ങൾക്ക് നല്ല പൈക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചായയും ഒരു കൊണ്ടുവന്ന കടിയെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് പൈക്കുന്നെല്ലാം പോയി.
എൻ്റെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾക്ക് റൂം എടുക്കണമല്ലേ നിൽക്കണമെങ്കിൽ അതിനുകൊണ്ട് റൂം എടുക്കാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ അടുത്തന്നെ റൂമിൽ ഞങ്ങൾക്ക് നിൽക്കാമല്ലേ. ഞങ്ങൾ ഇങ്ങനെ മടൂർക്കല്ല വന്നിനല്ലാതെ ഇങ്ങനെ നിൽക്കാനെന്ത് വന്നിട്ടാണ് ഞങ്ങൾ കോഴിക്കോടേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് റൂം ഇടേണ്ടത് എന്തും അറിയാലല്ലേ. അപ്പോൾ ഞങ്ങൾ ഓരോരോ ഹോട്ടലിൽ പോയിട്ട് കേൾക്കാൻ വിചാരിച്ചിട്ട് നടക്കുന്നുള്ളത്, പുറത്തേക്ക് എക്സിറ്റ് നോക്കിയിട്ട് നടക്കുന്നുള്ളത് എവിടെ ഉള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്തവരോട് കേട്ട് അപ്പോൾ കുറച്ചിൽ ഇവിടെ അരുത്തന്നുണ്ട് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കല്ല എല്ലായിട്ട് ഞങ്ങൾ അരുത്തങ്ങ് നല്ലതല്ല നമുക്ക് വയ്യോട്ട് വരുമ്പോഴും ദൂരമാകുമ്പോൾ കഴിയുന്നില്ല അല്ലേ. അതിനുകൊണ്ട് അടുത്തന്നെയുള്ള റൂം ഏറ്റവും അടുത്തുള്ള റൂമിൽ ഞങ്ങൾ നിൽക്കാൻ വിചാരിച്ച് ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇതാ നടന്നുകൊണ്ട് ഞാൻ നിലത്ത് മാത്രം എടുക്കുന്നത്, ആട് നമുക്ക് എടുക്കാൻ എന്തെല്ലാം ഏസിക്കല്ലായി. പിന്നെ ഞാനിങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ താഴെ മാത്രമേ ഇങ്ങനെ കാണുന്നത്. അടുത്തോളം നമ്മൾ വിചാരിച്ചാറുണ്ടായിട്ട് അങ്ങ് ഏസിക്കായിട്ട് ഞാൻ എന്തോ എടുക്കാനെന്ത് പോയിട്ടാ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നല്ല ഉണ്ട്, നല്ല ക്ലീനായിട്ട് ഒരു കച്ചരയാട്ട് അങ്ങനെ എന്തുമില്ല. നമ്മുടെ കാസർഗോഡും നല്ല തന്നെ, അങ്ങനെ വൃത്തികേടൊന്നുമല്ല. നല്ല കോഴിക്കോട് നല്ല വൃത്തിയുണ്ട്. കണ്ട ഞങ്ങൾ ആ ബാക്ക് അച്ചാർ തിന്നുകൊണ്ട് പോകുന്നുണ്ട്. ചായ എല്ലാം കുടിച്ചില്ല, പിന്നെ ബാക്ക് അച്ച ബാക്കിയുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ നടന്നുകൊണ്ട് പോകുമ്പോൾ തിന്നുകൊണ്ട് പോകുന്നുള്ളത്. അങ്ങനെ നമുക്ക് എക്സിറ്റ് കണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നല്ലത്. ഇതാ ഉമ്മാൻ്റെ ഇല്ലേ ഒരു ബാഗ്, അതിലും പിന്നെ ഞാനിട്ട ബാഗിലാണ് സാധനമെല്ലാം ഉള്ളത്. ഉമ്മാൻ്റെ ഇങ്ങനത്തെ ബ്രഷ് സോപ്പ് അങ്ങനത്തെ സാധനമല്ലോ. പിന്നെ എൻ്റെ ഫുള്ള് ഡ്രസ്സ് തോർത്ത് അങ്ങനത്തെ സാധനമാണ് ഉള്ളത്. 2 ഡ്രസ്സ് കൊണ്ടുപോയിന്, ഒന്ന് രാത്രി ഇടുന്നതും പിന്നെ നമുക്ക് പോകുമ്പോഴേണ്ടേ അതും, പിന്നെ വരുമ്പോൾ അതന്നെ ഇട്ടിട്ട് വരാലിട്ട് ഫ്രഷ് ആവുന്നൊന്നുമില്ല. പരിക്ക് വന്ന് ഫ്രഷ് ആവാലിട്ട് 2 ഡ്രസ്സ് എടുത്തിനത്. ഞങ്ങൾക്ക് കോഴിക്കോട് വന്നിട്ടാകുമ്പോൾ ബീച്ചിക്കെല്ലാം പോകാനിട്ട് ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ കോഴിക്കോട് ബീച്ചിക്കൊന്ന് പോയിട്ടാ നമ്മുടെ മുഗരാൽ ബീച്ചിക്കല്ലാതെ അങ്ങനെ ബാക്കിയെല്ലാം മുട്ടൻ ബീച്ചിക്കെല്ലാം പോയിനെ, അതിൻ്റെ വീടെല്ലാം ഇട്ടിനല്ലേ. പിന്നെ കോഴിക്കോട് ബീച്ച് വേറെ ജില്ലക്കെല്ലാം പോകുന്ന ഫസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ്. അവിടെ എന്ത് തിരക്കറിയോ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട്. ഞാനിത് പോയിട്ട് വന്ന പിന്നെ അതിൻ്റെ റെക്കോർഡ് ഇടുന്നത്, വോയിസ് റെക്കോർഡാക്കുന്നത് ഭയങ്കര തിരക്കുണ്ടായി. എന്നിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോയി റൂം നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ റൂം ഫുള്ളായിരുന്നല്ല, ആകെ ഒരു റൂമുള്ളത്. ആ ഒരു റൂമിൽ ഞങ്ങൾക്ക് 2 ആൾക്ക് വേണ്ടേ, 2 റൂം വേണ്ടേ. അതിനുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടാ ഞങ്ങൾ ഒരു ബാർ എടുത്ത് നോക്കാനിട്ട്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും റൂം എടുക്കുന്നത്. ഇതാ അപ്പോൾ ഇവിടെ നോക്ക്, വെള്ളത്തിൻ്റെ കുപ്പിയും പെപ്സി എല്ലാം ഉണ്ട്. അവിടെ ക്രിസ്മസ് എല്ലാം ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ എല്ലാം നല്ല ഡെക്കറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കീനി, അവിടെ റൂം ഫുള്ളായതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് നിൽക്കാൻ കാലമല്ലേ, 2 വേണം റൂം എന്തെങ്കിലും. ഞങ്ങൾ അവിടെ നിൽക്കീനിട്ട് വേറെ റൂമിലേക്ക് പോകുന്നുള്ളത്. വേറെ ഏതെങ്കിലും റൂം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ റൂം ഫുള്ളായിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് പേടിയായി, വേറെ എല്ലായിടത്തും ഫുള്ളായാൻ കാലത്ത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഷോയിൽ ഇടുന്നുണ്ട്. അവിടെ ആരും ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത്, അല്ല ഞാൻ അങ്ങനെ വീഡിയോ എടുക്കല. ഇതാ അപ്പം ഞങ്ങൾ നടന്നുകൊണ്ട് പോകുന്നുണ്ട് വേറെ ഏതെങ്കിലും റൂം ഉണ്ടാകാൻ നോക്കിയിട്ട്. പിന്നെ ഞങ്ങൾ അടുത്ത ഓരോരാൾ പീഡനത്തോരോട് കേട്ടിട്ടാണ് ഞങ്ങൾ റൂം ഉണ്ടാകാൻ കേട്ടത്. അങ്ങനെ പിന്നെ ഒരു പീഡനത്തോരോട് കെടുക്കൻ്റെ ഒരു പീഡനത്തോരോട്. അപ്പോൾ ഓർച്ചലി ഇവിടെ അടുത്ത് ഉണ്ട് ഒന്ന് ഇൻ്റർനാഷണലായിട്ട്, ആടെ പോയിക്കോലിട്ട് അവിടെ റൂം ഉണ്ടാവും അറിയില്ല, നോക്കിയിട്ട് ഞങ്ങൾ ആടക്ക് പോകാനിട്ട് എന്നുള്ളത്. അപ്പം അതാ ഉമ്മാവും ഞങ്ങളൊക്കെ വന്ന ആളില്ലേ മഞ്ചേശ്വരത്തുനിന്ന്, ഓറും ഞങ്ങളെല്ലാവരും ഒക്കെ നടക്കുന്നുണ്ട്. എവിടെ റൂം ഉണ്ടായിട്ട് നമുക്ക് ക്ഷീണമായിട്ട് കഴിഞ്ഞില്ല. 4 മണിക്കൂർ ട്രെയിനിൽ വന്നല്ലേ, അതൊന്നും നിന്നിട്ട് 2.5 മണിക്കൂർ നിന്നത്, പിന്നെ ബാക്കി ഇരുന്നിട്ട് വന്നത്. നമുക്ക് ഭയങ്കര ക്ഷീണമുണ്ടായി. അങ്ങനെ നമ്മൾ ഇൻ്റർനാഷണൽ എത്തിനെ. നമുക്ക് ഇവിടെ ഭാഗ്യത്തിന് റൂമെല്ലാം ഉണ്ടായി. അപ്പം ഞങ്ങൾ ഒരു ദിവസത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റൂം എടുത്ത്, വലിയ റൂം എന്ത് വേണ്ടല്ലോ നമുക്ക്, അതുകൊണ്ട് ചെറിയ റൂം എടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെക്കൂ. 1000 ഉറുപ്പ്യ ഒരു റൂമിന്, അങ്ങനെ 2 റൂമിന് 2000 ഉറുപ്പ്യന്. അപ്പോൾ ഞങ്ങൾ റൂം ഫസ്റ്റ് നോക്കാലിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്, എന്നിട്ട് പേയ്മെൻറ്റ് ആക്കാലിട്ട്. ഒരാളുടെ റൂം എത്ര അങ്ങനെയുള്ള കേട്ടിട്ട് അടിതാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ
കുറച്ച് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് റൂമെല്ലാം സെറ്റായി. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് നടക്കുന്നുള്ളത്. റൂം എടുക്കുമ്പോൾ ആധാർ കാർഡെല്ലാം കാണിക്കണമല്ലേ. ഞങ്ങളെല്ലാം ആധാർ കാർഡ് എന്ത് കൊണ്ടുവന്നാ. അപ്പം ഞങ്ങളൊക്കെ ഉണ്ടായ ഒരു ആധാർ കാർഡിലാണ് ഞങ്ങൾ കൊടുത്തത്. 2 ആളെല്ലാം ഉണ്ടായി ആധാർ കാർഡ്. അപ്പോൾ ഒരു ഫാമിലിക്ക് ഈ ആധാർ കാർഡും പിന്നെ ഈ ഫാമിലിക്ക് ഈ ആധാർ കാർഡും കൊടുത്ത്. അപ്പോൾ ഞങ്ങൾ റൂമെല്ലാം എത്തി. കുഴപ്പമില്ലാത്ത റൂം, വലിയ റൂമെന്തല്ല, നല്ല ശരിയുള്ള റൂമെന്തല്ല, എന്നാലും ബെഡ്ക്ക് റൂമല്ല, കുഴപ്പമില്ലാത്ത റൂം, നിൽക്കാം അങ്ങനത്തെ റൂം. അപ്പോൾ ഇതാ ഓർക്ക് 511 അങ്ങനത്തെ റൂം, ഞങ്ങൾക്ക് 513 എന്താ കിട്ടിയത്. ഞങ്ങൾ വന്നിട്ട് ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നിട്ടാ, രാത്രി തന്നെ മാറ്റാനിട്ട് ബീച്ചിക്ക് പോകുന്നതല്ലേ. അപ്പോൾ ഇനി ആദ്യം മാറ്റാൻ ഡ്രസ്സൊന്നും ഇല്ല, അതിനോണ്ട് ഞാൻ ഈ ഡ്രസ്സിൽ തന്നെ പോകുന്നത്. മുഖവും കാലെല്ലാം കയറ്റി ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ വ്യൂ റൂമിൻ്റെ. എന്താ ഇതാണ് വ്യൂ. ട്രെയിനെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ ഞങ്ങൾ ലിഫ്റ്റിൽ പോകുന്നത് ബീച്ചിക്ക്. നമുക്ക് ബീച്ചിൽ കളിക്കുന്നുണ്ട്, നല്ല ഇഷ്ടം നമുക്ക് പോകാൻ. അതിനോട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ ഞങ്ങളെ റൂം 4th ഫ്ലോർ, ഏറ്റവും മുകളിൽ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഏറ്റവും താഴെ പോകുന്നത്. നമ്മൾ 24 മണിക്കൂറിൻ്റെ റൂം എടുത്തിനത്. അപ്പോൾ നമുക്ക് 24 ഓരോ ദിവസത്തിന് വേണ്ടിയിട്ട് എടുത്തതല്ലേ. നമുക്ക് 24 മണിക്കൂർ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ചോദിക്കേണ്ടത് വേണ്ട, ഇങ്ങനെ പോവാ. അപ്പോൾ ഞങ്ങൾ ബീച്ചിക്ക് പോകുന്നുള്ളത്. ഇതാ ഞങ്ങൾ പുറത്തേക്ക് ഇനി ബീച്ചിക്ക് പോകുന്നുള്ളത്. ഞങ്ങൾ അങ്ങനെ വെക്കേഷൻ എടുക്കും പോവല്ല അങ്ങനെ അധികം. ഞങ്ങൾ ഇന്ന് മീറ്റപ്പിൻ്റെ ആയതുകൊണ്ട് മാത്രമേ ഞങ്ങൾ പോകുന്നത് കോഴിക്കോട്. അല്ല ഞങ്ങൾ അങ്ങനെ കോഴിക്കോടൊന്നും പോവല്ല. മടൂർക്ക് പോലുണ്ട്, അല്ലാതെ മറ്റു ചാല പോലൊന്നുമില്ല. രാത്രിയല്ല, അപ്പം നല്ല കാറ്റും തണുപ്പെല്ലാം ഉണ്ടായി. കാസർഗോഡ് അങ്ങനെയല്ല, രാത്രി നല്ല തണുപ്പല്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇല്ലേ 2026 കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് 1 വേ റോഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നൊന്നില്ല, ഒന്നിൽ തന്നെ പോകുന്നത്. അതിനുകൊണ്ട് കുറേ തിരക്കുണ്ട്, വണ്ടിയല്ലോ കടുക്കാനല്ലോ. അത്ര ആളുണ്ട് ബീച്ചിൽ, തിങ്ങിയിട്ട് കഴിയുന്നില്ല, അത്ര ആളുണ്ട്. എന്താ കോഴിക്കോട് ബീച്ചിൽ മാത്രം ഇത്ര ആൾ ഞങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾ അറിയുന്ന കമൻ്റ് ആക്കാവോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ റിക്ഷ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ റിക്ഷനെ വിളിക്കുന്നുണ്ട്. ആളൊക്കെ വന്നോറ് റിക്ഷനെ വിളിച്ചോണ്ട് എടുത്ത് വരുന്നുണ്ടത്. 150 രൂപ കൊടുത്തിന് റിക്ഷക്ക്. കുറച്ച് പോകാനുണ്ട് റിക്ഷയിൽ. നടന്നിട്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ട് പോകാൻ. പക്ഷെ നടന്നിട്ട് പോകുമ്പോൾ അധികം വാങ്ങുക. പക്ഷെ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ക്ഷീണമെല്ലായിട്ട് കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ റിക്ഷയിൽ തന്നെ പോകാനിട്ട്. പിന്നെ ഞാൻ ഉമ്മാൻ്റെ മടിയിൽ ഇരുന്നത്, ചെറിയൊരു റിക്ഷ. അപ്പോൾ 3 ആൾക്ക് ഇരിക്കാൻ കഴിയത്ര. ഞാൻ ഉമ്മാൻ്റെ മടിയിലിരുന്നത്. കോഴിക്കോട് നിങ്ങൾക്ക് വരേണ്ടത് തന്നെ ആവാം. എന്തെല്ലാം കാണാനുണ്ടറിയോ. ഇങ്ങനെ റിക്ഷയിൽ പോകുമ്പോൾ നമുക്ക് ഓരോരോ കാഴ്ച കാണാൻ. കോഴിക്കോടത്തൊക്കെ എപ്പം കാണുന്ന തന്നെയല്ലേ, പക്ഷെ വേറെ ജില്ലക്കാർ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകത തന്നെയല്ലേ. ഇപ്പോൾ കാസർഗോഡത്തോർ വേറെ ജില്ലയൊക്കെ പോകുമ്പോൾ, ഞാനിപ്പോൾ കോഴിക്കോട് വന്നിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ജില്ല. അങ്ങനെ കോഴിക്കോട് കാസർഗോഡ്ക്ക് വരുമ്പോഴേക്കും അങ്ങനെ ഒരു പുതിയ പുതിയ കാഴ്ച കാണുമ്പോൾ ഒരു പ്രത്യേകത തന്നെയല്ലേ. വീടെന്തെല്ലാം ഉണ്ട് കാണാൻ. ഇതാ ട്രാഫിക് ആയിട്ടുണ്ട്, ഫുള്ള് ബ്ലോക്കായിട്ട്. അങ്ങനെ ഇടയിലെല്ലായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നോക്ക് ഗൈസ്, ഇതാ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു മതിലാക്കിയിട്ട് വെച്ച് നോക്ക്. പിങ്ക്, യെല്ലോ, ഓറഞ്ച് അങ്ങനെ എല്ലാ കളറും. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. ഇതൊരു വണ്ടി, അതിൽ ഓരോരോ ആഡായിട്ട് പോകുന്നതാ. പുട്ടിൻ്റെവും മാങ്ങാച്ചാറിൻ്റെവും അങ്ങനത്തെ എല്ലാം. അതായത് റോസ്റ്റഡ് റവാൻ്റെ, ഈസി വെള്ളപ്പം അങ്ങനത്തെ എല്ലാം. ഒരു വലിയ വണ്ടി, അതിൽ ഫുള്ള് ആഡായിട്ട് നല്ല പാണ്ട്, ഒരു കളർഫുള്ള്. ഞാൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ വണ്ടീൻ്റെ തന്നെ ബാക്ക് ഉണ്ടായി, അതിനോണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. വീഡിയോയിൽ കാണുമ്പോൾ അത്ര പാങ്ങില്ലാങ്കില്ലേ, നേരിട്ട് കാണുമ്പോൾ ഇല്ല തെളുങ്ങുന്ന് അത്ര പാങ്ങുണ്ട്. ഇതാ നമ്മൾ അതിൻ്റെ ബാക്ക് തന്നെ ഉണ്ട്. ഇതാ നല്ല പാങ്ങുണ്ട്. ഈ കോഴിക്കോട് തന്നെ നല്ല മിന്നുന്ന പോലെ. ഇതാ മാങ്ങ അച്ചാറിൻ്റെ അങ്ങനത്തെ അല്ല, ഇതാ ഡേറ്റ്സ്, ലെമണ് അങ്ങനത്തെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ എല്ലാം നോക്കിയിട്ട് അങ്ങ് ബീച്ചിക്ക് പോകുന്നല്ലേ. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷമെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.